ഹായ് ഓൾ, വെൽക്കം ടു KS മെൻറ്റർ. ഖാദി ബോർഡ് LDC അതുപോലെ തന്നെ LD തിരുവനന്തപുരം ജില്ലയിലൊക്കെ എഴുതിയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇനി മറ്റ് ജില്ലക്കാർ എഴുതുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, എല്ലാ വിഭാഗവും എഴുതിയിട്ട് അവസാനം കൊണ്ട് കളഞ്ഞിട്ട് വരുന്നൊരു ഭാഗമാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെയായിരുന്നു ചോദ്യം, ഈ കഴിഞ്ഞ 2 പരീക്ഷകൾക്കും എങ്ങനെയായിരുന്നു ചോദ്യം, ഏതിൽ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട് PSC, അങ്ങനെ വേണം നമ്മളെപ്പോഴും പഠിച്ചു പോകാൻ. PSC എന്ത് ചോദിക്കുന്നു, നമ്മൾ PSC എന്ത് ചോദിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ഉപകാരപ്പെടുത്തേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കുറേ വാരി വലിച്ച് പഠിക്കുക എന്നുള്ളത്, അതിപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ളതിൻ്റെ ഏത് സബ്ജക്റ്റ് എടുത്താലും അങ്ങനെ തന്നെ ആയിരിക്കണം. അങ്ങനെ ഒരു രീതിയിൽ പോവുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കഴിഞ്ഞ LDC തിരുവനന്തപുരവും അതുപോലെ തന്നെ ഖാദി ബോർഡ് LDCയുടെ മെയിൻ എക്സാമും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുന്നു. അതിനോടൊപ്പം ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് നമുക്കിനി പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളൊരു അവലോകനമാണ് ഈ വീഡിയോ. നമുക്ക് ഒരുപാട് സമയം കളയാനില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം LDC 27/7/2024 നടന്ന പരീക്ഷയുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു അനലൈസ് ചെയ്യാൻ. നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഓരോ ചോദ്യങ്ങളും കൃത്യമായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ഇത് വെറുതെ നോക്കുമ്പോൾ ഇത് എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ, കുറേ അനലൈസിങ് വീഡിയോസ് കുറേ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് പൊക്കളയരുത്. ഇതിൽ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് എങ്ങനെ എഴുതി പോകാം എന്ന് കൂടി പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. അത് മാത്രമല്ല, ആ ഒരു ഫോർമാറ്റ് നിന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനിയും പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ എഴുതാമെന്നുള്ളത്, ഇനി എക്സാം എഴുതാൻ പോകുന്നതിന് ഇതോടുകൂടി എക്സാം കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് അങ്ങോട്ട് ഒരുപാട് എക്സാം വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് പൊക്കളയരുത്, അവസാനം വരെ കാണുക. ഓക്കെ, തിരുവനന്തപുരം LDCയിലെ ആദ്യത്തെ ചോദ്യം ഇംഗ്ലീഷിലെ 81, അതായത് A കോഡ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 81ാമത്തെ ചോദ്യം ഇതായിരുന്നു. The tourist guide along with his tourist dash arrived. ടൂറിസ്റ്റ് ഗൈഡ് ആരോടൊപ്പം, ടൂറിസ്റ്റുകളോടൊപ്പം വന്നു എന്നാണ് പറയുന്നത്. വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. ഹാസ് ആണോ, ഹാവ് ആണോ, ആർ ആണോ, വിൽ ബി ആണോ? ടെൻസിൻ്റെ ഫോമാണ്. നമുക്കിവിടെ ആൻസർ എന്ന് പറയുന്നത് ഹാസ് ആണ്. നമുക്ക് ഹാസ് ആണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരൊറ്റ കാര്യം ഇതിനകത്ത് തന്നിട്ടുള്ളത് എന്താ, ടൂറിസ്റ്റ്. നമ്മൾ നോക്കുമ്പോൾ ഇത് പ്ലൂറൽ ഫോമാണ്. പ്ലൂറലിന് എപ്പോഴും ഹാവ് അല്ലേ എന്ന് ആലോചിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യം ആരാണ് സബ്ജക്റ്റ്, അവൻ മാത്രമേ ഉള്ളൂ. ഇത് ടൂറിസ്റ്റ് മാത്രമാണ് സബ്ജക്റ്റ്. അവൻ്റെ കൂടെ ആര് വരുന്നു എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. ഇത് ടൂറിസ്റ്റ് ആണ് നമ്മുടെ സബ്ജക്റ്റ്, അല്ലേ? ഇപ്പം ടൂറിസ്റ്റ് സബ്ജക്റ്റ് സിംഗുലറാണ്, അല്ലേ? സിംഗുലറാണ്. സിംഗുലറിന് ആരേ വരത്തുള്ളൂ, ഹാസേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഹാസ് വന്നപ്പോൾ ഒരുപാട് പേര് തെറ്റിച്ച ക്വസ്റ്റ്യനാണിത്. ഒരുപാട് പേര് തെറ്റിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഹാസ് ആണ്. ഇത് സിംഗുലർ ഫോം ആയതുകൊണ്ട് നമുക്ക് എന്തേ വരത്തുള്ളൂ, ഹാസ്. ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഹാസ് അറൈവ്ഡ്. അപ്പോൾ ടൂറിസ്റ്റ് ഗൈഡ് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് അവിടെ എന്തേ വരത്തുള്ളൂ, ഹാസേ വരത്തുള്ളൂ. അടുത്തത് 82ാമത്തെ ചോദ്യം. അപ്പോൾ 81 എല്ലാവർക്കും ഓക്കെ ആണല്ലോ. അപ്പോൾ 82 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ക്വസ്റ്റ്യൻ ടാഗ്, ഗ്രാമർ പോർഷനിലെ ക്വസ്റ്റ്യൻ ടാഗാണ്. നമ്മുടെ മെൻറ്റർഷിപ്പിലും ഗോതയിലുമൊക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഈ മെൻറ്റർഷിപ്പിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത സമയത്തും ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ എഴുതാം എന്നുള്ളത് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോതയുടെ എല്ലാ ടെസ്റ്റ് സീരീസിലും ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഇപ്പോഴും ഓപ്പൺ ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഗോത ടെസ്റ്റ് സീരീസ് എഴുതാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാം. നോക്കുക, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഡാഷ് എന്നുള്ളത് ഇത് സാധാരണ ഒരുപാട് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. ലെറ്റ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് എക്സാമിനെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. PSC എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ചെയ്തിട്ട് പോകണം. ലെറ്റ്സ് വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ലെറ്റ്സ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ, ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് അസ് എന്നാണ് അർത്ഥം. അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി. അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, വി. ഉറപ്പായിട്ടും ആലോചിച്ച് വെക്കുക. ലെറ്റ്സ് ആണെങ്കിൽ നമുക്ക് എന്തേ വരത്തുള്ളൂ, ഷോൾ വി. അപ്പോൾ നമ്മൾ ആലോചിക്കും, ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കേസ് ലെറ്റ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അത് നോക്കുന്നില്ല. ലെറ്റ്സ് ഗോ എന്നാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ലെറ്റ്സ് പ്ലേ എന്നായിരിക്കും തന്നിരിക്കുക. അവിടെ തന്നിരിക്കുകയാണെങ്കിൽ ലെറ്റ്സ് എന്നാണെങ്കിൽ ലെറ്റ് അസ് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോൾ വി. അവിടെ വരേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്താ, അവിടെ വരേണ്ട ടാഗ് എന്താ, ഷോൾ വി. ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് അറിയാമല്ലോ, ഒരു സെൻറ്റൻസിനോടൊപ്പം ഒരു ക്വസ്റ്റ്യനെ എന്ത് ചെയ്ത് വെക്കുന്നു, ടാഗ് ചെയ്ത് വെക്കുന്നു. ഇതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്താ ഇവിടുത്തെ പ്രത്യേകത, ലെറ്റ്സ്. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ലെറ്റ്സ് ആണോ, എനിക്ക് ഇത്ര അറിയാവൂ. ക്വസ്റ്റ്യൻ ടാഗിൽ ലെറ്റ്സ് വന്നിട്ടുണ്ട്, അവിടെ എന്തെഴുതുന്നു, ഷോൾ വി.
അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ റിപ്പോർട്ട് സ്പീച്ചാണ്. റിപ്പോർട്ട് സ്പീച്ചിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഇൻഡയറക്റ്റ് സ്പീച്ച്. ഒരാൾ പറയുന്നതിനെ മറ്റൊരാൾ പോയി പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, മാറ്റി പറയുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് സ്പീച്ച്. ഒരാൾ നമ്മളോടൊരു കാര്യം പറയുന്നു, അതിനെ വേറൊരാളോട് പോയി നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, അതിനെയാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹീ സെയ്സ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ശ്രദ്ധിക്കേണ്ട കാര്യം പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് ആദ്യം നോക്കുക. ഹീ സെയ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹീ സെയ്സ് പ്രസന്റ് ആണ്, ഹീ സെയ്സ് പ്രസന്റ് ആണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, പ്രസന്റിലുള്ളതേ വരത്തുള്ളൂ. വാസ് പാസ്റ്റ് ആണ്, വാസ് പാസ്റ്റ് ആണ്. പിന്നുള്ളത് ഈസ്. ഇവിടെ നോക്കേണ്ടത് ഹീ സെഡ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് ദ ട്രെയിനിങ്, ഹീ സെയ്സ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് ദ ട്രെയിനിങ്. ഹീ സെഡ് പാസ്റ്റ്, ഹീ സെഡ് എന്നുള്ളത് പാസ്റ്റ്. പിന്നെ ഏതാണ് ശരി? ഹീ സെയ്സ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഓക്കെ, ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഐ ആം എന്നുള്ളത്, ഐ എന്നുള്ളത് എന്താണ്? ഹീ ആകുന്നു. കാരണം ഹീ സെയ്സ്, ഹീ ആണ് അവിടെ ഐ എന്നുള്ളത് എന്താകുന്നു? ഹീ ആകുന്നു. ഹീയുടെ കൂടെ ഒരിക്കലും ആമ വരില്ല, പിന്നെ ആരേ വരെയുള്ളൂ? ഈസേ വരത്തുള്ളൂ. അപ്പോൾ ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് നേരെ പാസ്റ്റ് ആയിരുന്നെങ്കിലോ എങ്ങനെ തിരിച്ചറിയാം? സെഡ് ആവുമായിരുന്നു. ഹീ സെഡ് എന്നാണ് ക്വസ്റ്റ്യനെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ഹീ, ഐ എന്നുള്ളത് ഹീ ആകുന്നു, ആമിൻ്റെ ഏത്? വാസ് എഴുതും. ഏതാ ശരി? ഇതായിരുന്നേ ശരി. പക്ഷേ നമുക്കിവിടെ പ്രസൻറ്റിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഏത് ശരി? മസ്റ്റായിട്ട് തെറ്റിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എഴുതി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞത് നമ്മൾ ആ സമയത്ത് കൺഫ്യൂഷൻ ആവും. ഇത് പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ? ചിലർ ഈ വാസ് അല്ലെങ്കിൽ ഈ പറയുന്ന സെഡ് ദാറ്റ് ഹീസ് വരെ എഴുതി വെക്കും. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് പ്രസൻ്റ് ആണെങ്കിൽ ആ പ്രസൻറ്റിൽ തന്നെയുള്ള ഭാഗമാണ് അപ്പുറത്ത് വരേണ്ടത്. അപ്പോൾ സെറ്റ് വരില്ല, സൈസ് തന്നെ വരും. എങ്കിലേ ശരിയാവുള്ളൂ. എങ്കിൽ മാത്രമേ ഇപ്പുറത്തതും പ്രസൻ്റ് ആക്കി നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ല ഇത് പാസ്റ്റും ഇപ്പുറത്ത് പ്രസൻറ്റ് വരില്ല. അതെപ്പോഴും ഓർത്ത് വെക്കണേ. അടുത്ത ചോദ്യം, 84ാമത്തെ ചോദ്യം, കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയും. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇഫിൻ്റെ കൂടെ ആര് വരുന്നു എന്ന് നോക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ ഹാഡാണ് വന്നിരിക്കുന്നത്. ഇഫ് ഐ ഹാഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡിൻ്റെ കൂടെ വേറെ ഒരു വെർബൊന്നും വന്നിട്ടില്ല. വെർബ് V3 ഫോം ആണെങ്കിൽ അപ്പുറത്ത് മാറും. ഇവിടെ നോക്കേണ്ടത് ഹാഡ് എന്ന് പറയുന്നത്, ഹാഡ് കഴിഞ്ഞിട്ട് ആരെ തന്നിട്ടുണ്ട്? മണിയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ടത് പാസ്റ്റ് ഫോമിൽ കണക്കാക്കിയാൽ ആരേ വരത്തുള്ളൂ? വുഡ് ഹെൽപ്പ്. വില്ല് വരണമെങ്കിൽ ഇവിടെ പ്രസൻ്റ് ആയിരിക്കണമായിരുന്നു, ഇവിടെ പാസ്റ്റ് ആണ്, അതുകൊണ്ട് വുഡ് വന്നു. അപ്പോൾ ഈ വില്ല് രണ്ടുമല്ല എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഉള്ളത് ഇത് രണ്ടും. ഇത് വരണമെങ്കിൽ ഹാഡിന് ശേഷം ഒരു V3 ഫോമിലെ ഒരു വെർബും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ എന്ത് വരുമായിരുന്നു? വുഡ് ഹാവ് വരുമായിരുന്നു. മനസ്സിലായോ? ഈ ഹാഡിന് ശേഷം V3 ഫോമിൽ, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമിലെ മൂന്നാമത്തെ ഫോം, ഈ മൂന്നാമത്തെ ഫോമിൽ ഏതെങ്കിലും ഒരു വെർബ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഏത് വരുമായിരുന്നു? ഇത് വരുമായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഹാഡെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഇതൊരു പാസ്റ്റ് ഫോമിലായിട്ട് കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഏതേ വരത്തുള്ളൂ? വുഡ് ഹെൽപ്പ്. പ്രസൻ്റ് ആയിരുന്നെങ്കിലോ വുഡിന് പോലെ എന്ത് വരുമായിരുന്നു? വില്ല് വരുമായിരുന്നു. പ്രസൻ്റ് ആയിരുന്നെങ്കിൽ എന്ത് വരുമായിരുന്നു? വില്ല് വരുമായിരുന്നു. അങ്ങനെ ഓർത്ത് വയ്ക്കുക. ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ്. എന്തായാലും ചോദിക്കുന്നതിലൊന്നാണ് പ്രപ്പോസിഷൻ. ഗ്രാമറിനകത്ത് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് എന്തായാലും ചോദിക്കും. ടൈം വെച്ചുള്ളത് ചോദിക്കും, അല്ലാത്തത് നമുക്ക് സാധാരണ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ എക്സാം എഴുതുന്ന സമയത്ത്, ഇവിടെ ടെസ്റ്റ് സീരീസ് ഇട്ട സമയത്തും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ പ്രപ്പോഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലും നമുക്കുണ്ടായിരുന്നു. കോമൺ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം വെച്ച സമയത്തും അതിനകത്തും പ്രപ്പോഷനായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ടോപ്പിൽ വരുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ചോദിക്കുന്നതും അല്ലെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതൊക്കെ നമ്മൾ ക്ലാസ്സിൽ കൊടുത്തതാണ്. അപ്പോൾ ഇത് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്, പ്രപ്പോഷനാണ്. ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ്. ബിലോങ്സ് എന്ന് പറഞ്ഞ് അപ്പുറത്തൊരാളിനെയാണ് കൊടുത്തിരിക്കുന്നത് ടു. ഓർത്ത് വയ്ക്കുക. എന്താണ്? ബിലോങ്സ് എന്ന് കൊടുത്തിട്ട് അപ്പുറത്തൊരു വ്യക്തിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ ഓർത്ത് വയ്ക്കുക ടു. അതേ വരത്തുള്ളൂ, വേറെ ഒന്നും വരത്തില്ല. ബിലോങ്സ് ടു ദ ചൈൽഡ്. ദ ഡോൾ ബിലോങ്സ് ടു ദ ചൈൽഡ്. ഒരിക്കലും അറ്റും ഓഫും ഓവറും ഒന്നും ഇവിടെ വരാൻ സാധ്യതയില്ല. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ബിലോങ്സ് ടു ദ ചൈൽഡ്. കാരണം ബിലോങ്സ് കഴിഞ്ഞിട്ട് ടു വരണം. കാരണം ഇവിടെ ആരാണ്? ചൈൽഡ് എന്ന് പറയുന്നൊരു ആളിനെയാണ്, ഒരു പേഴ്സണെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ ടു ആണ് വരേണ്ടത്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. വൊക്കാബ്സിലെ സ്പെൽറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമാണത്. പ്രോപ്പറൈറ്റി ഇതിനെ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചില സമയങ്ങളിൽ റോങ് സ്പെൽറ്റ് ചോദിക്കും. ഇത് കറക്റ്റ്, ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ്, ഇതിനെയാണ് കറക്റ്റ് വേർഡ് എന്ന് പറയുന്നത്. പ്രൊപ്പറൈറ്റി, ബാക്കിയെല്ലാം തെറ്റാണ്. ഇതാണ് കറക്റ്റ് വേർഡ്. PROPRIETY ആണ് കറക്റ്റ്. അതിന് നമുക്ക് വേറൊന്നും പറയാനല്ല. സ്പെൽറ്റ് വേർഡ് നോക്കി എഴുതുക എന്നുള്ളതേ ഉള്ളൂ. വൊക്കാബ്സിൽ മിക്കവാറും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇഡിയോംസ് അങ്ങനെയുള്ള നമുക്ക് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ കുറേ നോക്കി വെക്കുക. ആ നോക്കി വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഡിയോംസിൻ്റെ ഒരു പോർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് എണ്ണം കാണും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അത് കണക്ട് ചെയ്ത് അതിനെ മാത്രം വെച്ചിട്ട് മാക്സിമം നോക്കി പോവുക. യെസ്, നമ്മളിപ്പോൾ ഇഡിയമിൻ്റെ കാര്യം പറഞ്ഞുള്ളൂ, അതാ വന്നു. ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് ക്വിഡ് വർത്ത്ലെസ്, മാൻ ഓഫ് നൊബിലിറ്റി, സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, വെരി റയർലി.
നമ്മൾ ഈ ബോണ് കാണും, കണ്ടൻഷനും കാണും. അപ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ആലോചിക്കും ഇതെന്തായിരിക്കും, മാൻ ഓഫ് നൊബിലിറ്റി ആണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ തർക്ക വിഷയം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തർക്ക വിഷയമാണ്. അതിന് കറക്റ്റ് ഏത് മാത്രമേ ഉള്ളൂ, ഡിസ്പ്യൂട്ട് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ടാണ് അതിൻ്റെ വേർഡ് എന്ന് പറയുന്നത്. തർക്ക വിഷയം എന്നുള്ളതാണ്. തർക്ക വിഷയത്തിൻ്റെ ഇഡിയോമാണ് ഏത്, ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരവും 7 ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ 7 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഏത് ഭാഗത്ത് നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി കാണാം. ഒക്കാബ്സിൽ തന്നെ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്ന ഭാഗം അല്ലേ, നമ്മൾ നോക്കാതെ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജെൻഡർ, ചേഞ്ച് ഓഫ് ജെൻഡർ, അതുപോലെ തന്നെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആരാ വരുന്നത്? ദ ഡാഷ് ഓഫ് വൂൾസ് ഹോൾഡ് അറ്റ് ദ മൂൺ. പാക്കാണ്. വൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ വരേണ്ടത്? പാക്കാണ്. പ്രൈഡ്, ലയണിൻ്റെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് അവിടെ എന്ത് വരേണ്ടത്? പ്രൈഡ് വരേണ്ടത്. ഓക്കെ, പ്രൈഡ് വരേണ്ടത്. ലയണിൻ്റെ കാര്യം വരുമ്പോഴാണ് പ്രൈഡ് വരേണ്ടത് എന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഫ്ലോക്ക് വരുന്നതെന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ ആനിമൽ. എന്തിനും വരാം ഫ്ലോക്ക് എന്ന് പറയുന്നത്. ഫ്ലോക്ക് എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് ആനിമൽ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ആനിമൽ അങ്ങനെ പറയാം. എന്നാൽ ഹേർഡ് അതല്ല, കാറ്റിൽസിനെയാണ് പറയുന്നത്. അത് പുല്ല് തിന്നുന്ന അങ്ങനെയുള്ള മൃഗങ്ങളെ പറയുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ഹേർഡ് എന്നൊക്കെ പറയാറുള്ളത്. പക്ഷേ ഇവിടെ വൂൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്, കുറുക്കനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ആരെ ചേർക്കാൻ പറ്റത്തുള്ളൂ? പാക്കേജ് ചേർക്കാൻ പറ്റത്തുള്ളൂ. സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ സമാന പദങ്ങൾ ഉറപ്പായി നോക്കിയിട്ട് പോണേ. കുറേയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സിനോണിംസ്, ആൻറ്റോണിംസ് ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ സിനോണിംസ്, ആൻറ്റോണിംസ്. എന്തായാലും ചോദിക്കും. നോക്കുക, ഐഡൻറ്റിഫൈ ദ സിനോണിംസ് ഫോർ അമെൻമെൻറ്റ്. ഭരണഘടന പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കേൾക്കുന്ന വേർഡാണ് അമെൻമെൻറ്റ്, ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോഴും തന്നെ എളുപ്പമാണ്. മോഡിഫിക്കേഷൻ അല്ലേ, എന്താ മാറ്റം വരുത്തുക. എന്താ അമെൻമെൻ്റിൻ്റെ ഉദ്ദേശം? അതാത് സമയങ്ങളിൽ ഭരണഘടന നമ്മൾ എപ്പോഴാണ് ഭേദഗതി വരുത്തുന്നത്? അപ്പോഴായിട്ടുള്ള സമയങ്ങളിൽ അതാത് സമയങ്ങളിൽ എന്തൊക്കെയോ, അതായത് കാലാനുസൃതമായ മാറ്റങ്ങൾ അതിനുണ്ടാവണം. ആ മാറ്റങ്ങളെയാണ് നമ്മൾ ഭേദഗതിയാക്കി ഭരണഘടനയ്ക്ക് അത് കൊണ്ടുവരുന്നത്. അതിനെയാണ് അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മോഡിഫിക്കേഷൻ എന്ന് വേർഡ്. സമാന പദങ്ങൾ, അതേ അർത്ഥം വരുന്ന മറ്റൊരു പദം, അതാണ് നമ്മൾ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? സിനോണിം എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു സിനോണിംസ് പോലെ തന്നെയാണ് ആൻറ്റോണിംസ്. നേരെ ഓപ്പോസിറ്റ് വേർഡാണ്. ഡെഫിസിറ്റ് എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് കഴിഞ്ഞാൽ സർപ്ലസ് ആണ്. മൂല്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അതാണ് സർപ്ലസ്. അതിന് നേരെ ഓപ്പോസിറ്റാണ് അത് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ വേറൊരാളുടെ കയ്യിലുണ്ട്, അതാണ് സർപ്ലസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സർപ്ലസ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാങ്കിൽ ലോൺ എടുത്തു, നമ്മൾ ലോണ് ക്ലോസ് ചെയ്തു. നോക്കുക, ചിന്തിക്കുക. ലോണ് ക്ലോസ് ചെയ്തിട്ടും നമുക്കൊരു 10,000 രൂപ അങ്ങോട്ട് ബാങ്കിന് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഡെഫിസിറ്റാണ്. എന്നാൽ നമുക്കൊരു 10,000 രൂപ ഇങ്ങോട്ട് കിട്ടാനുണ്ട്, അതെന്തുവാ? സർപ്ലസ്സാണ്. പിടി കിട്ടിയോ? അതാണ് ഡെഫിസിറ്റും സർപ്ലസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഡെഫിസിറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് സർപ്ലസ്. ബാക്കിയെല്ലാം ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഡെഫിസിറ്റിൻ്റെ മീനിങ് ആണ് സ്മച്ചും റെപ്രൈസും സിപ്പറ്റും എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒരേ വേർഡ്, ഒരേ മീനിങ് തരുന്നതാണ്. എന്നാൽ സർപ്ലസ് ആണ് ഓപ്പോസിറ്റ്. ഓക്കെ, നമ്മൾ LD തിരുവനന്തപുരത്തിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒന്നുള്ളതല്ല, നമ്മൾ ഈ ക്ലാസ് അല്ലെങ്കിൽ വീഡിയോ കഴിഞ്ഞ് പോകുമ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണം, നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്തുനിന്ന് കിട്ടുക എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, തിരുവനന്തപുരം ജില്ല എക്സാം എഴുതിയവരെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കണ്ടപ്പോഴത്തേക്ക് അയ്യോ എനിക്ക് എത്ര എണ്ണം തെറ്റിപ്പോയി എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കരുത് അല്ലേ. തിരമാലകൾ എനിക്കിഷ്ടമാണ്, അത് ഉയർന്ന് താന്ന് വരുന്നതിലല്ല, താന്നിടത്ത് നിന്നും അത് ഉയർന്ന് വീണ്ടും പൊങ്ങുന്നതിലാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത്, നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണിത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഏതോ സിനിമയിലൊക്കെ നമ്മൾ പറയാറുള്ള ഒരു വാചകമാണ്. എന്താ? ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലുത് നമ്മളെ തേടി ഇരിപ്പുണ്ടാവും. അതുകൊണ്ട് നമുക്ക് പോയി അല്ലെങ്കിൽ അയ്യോ ഇത്ര മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കും, നമുക്ക് എവിടെയെങ്കിലും മറ്റെവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും, നമുക്ക് ആ മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. അതിന് ടെൻഷൻ അടിക്കരുത്. നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന എക്സാമിന് നമുക്ക് ഇവിടെ വന്ന മിസ്റ്റേക്ക് വരാതെ നോക്കുക. മെയിനായിട്ട് ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വേറൊന്നും ആയിരിക്കില്ല, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇതാണ് ആൻസർ എന്ന് നമ്മൾ ആ നേരം വരെ വെച്ചിട്ട് OMRൽ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? BC ആവും, CD ആവും. അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് വരാതെ നമുക്ക് ശ്രദ്ധിക്കുക. അതിന് മാക്സിമം PYQ ചെയ്തു പഠിക്കും. നിങ്ങളൊരു 2019 മുതലുള്ള PYQ എടുത്തിട്ട് ആ സമയം മുതൽ ചോദിച്ച ഇംഗ്ലീഷിൻ്റെ ഒരു കൃത്യമായ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടും. കാരണം അതിന് മുമ്പുണ്ടായിരുന്ന പോലെ അല്ല, 19 മുതൽ ഇങ്ങോട്ട് എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടായ മാറ്റം പോലെ ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങൾക്കും കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് PSC.
ആ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് പോവുക എന്നുള്ളതാണ്. അല്ല കുറേ വാരി വലിച്ച് പഠിച്ച് കുറേ ക്ലാസ്സുകൾ കണ്ട് ഒന്നും ആകാതെ പോകുന്നതിനേക്കാൾ നല്ലത് കൃത്യമായിട്ട് പോവുക. ഓക്കെ, അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ഖാദി ബോർഡ് LDC കഴിഞ്ഞ 30-ാം തീയതി ജൂലൈ മാസം 30-ാം തീയതി നടന്ന പരീക്ഷയാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറച്ചുകൂടി എന്താ പറയുന്നത് ക്വസ്റ്റ്യൻ, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് തന്നെ പറയാം. കുറച്ചുകൂടി ഒരു വൃത്തിയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ചില ക്വസ്റ്റ്യൻസ് ഇപ്പം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പറയേണ്ടി വരും. നോക്കുക, fill in the blank suitably using the appropriate clause. The examination if she had studied well. If she എന്നുള്ളത് ഡാഷ് ഉണ്ട്. if she dash the examination if she had studied well. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഹാഡ് മാത്രമാണെങ്കിൽ അത് പാസ്റ്റായിട്ട് കൂട്ടുക. ഹാഡിനോടൊപ്പം ഒരു വേർബ് ഉണ്ട്. ഇവിടെ നോക്കുക, ഹാഡിനോടൊപ്പം V3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തേ വരുള്ളൂ അപ്പുറത്ത്? വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. അത് ശ്രദ്ധിക്കുക. അതാ ഇവിടെ നോക്കുക, ഹാഡ് ഉണ്ട്, അപ്പോൾ പാസ്റ്റാണ്. പക്ഷേ ഹാഡ് ഉണ്ട്, അതിൻ്റെ കൂടെ ആരുണ്ട്? സ്റ്റഡീഡും ഉണ്ട്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് അല്ലെങ്കിൽ പാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആരത്തെ പറയാൻ പറ്റൂ? പാസ്റ്റ് പെർഫെക്റ്റ് എന്നേ പറയാൻ പറ്റൂ. പാസ്റ്റ് പെർഫെക്റ്റ് വന്നാൽ വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റിൻ്റെ കൂടെ ഹാവ് വരണം. അതാണ് റൂള്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഹി ഹാസ് ഹാഡ്ലി എനി മണി. ക്വസ്റ്റ്യൻ ടാഗ് ഗ്രാമറിലെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഹി ഹാസ് ഹാഡ്ലി എനി മണി. ഹാസ് നമുക്കറിയാം നെഗറ്റീവ് ആണെങ്കിൽ അപ്പുറത്ത് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആണെങ്കിൽ അപ്പുറത്ത് നെഗറ്റീവ് ആണ്. അത് നമുക്കറിയാം അല്ലേ? ശ്രദ്ധിക്കേണ്ട കേസ്, ആദ്യം ആരെയാണ് നോക്കേണ്ടത്? ഓക്സിലറി നോക്കുക. ഹാസ് എഴുതി. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഹാഡ്ലി നെഗറ്റീവ് ആണ്. ഹാഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം ഇതൊക്കെ നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ അവിടെ എന്ത് വരണം? പോസിറ്റീവ് ആവണം. ആ പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ആരെ ചേർക്കണ്ട? നോട്ട് ചേർക്കണ്ട. ഹാസ് ഹി. ഇതല്ലേ ശരി? നോക്കാം, നമ്മൾ ഇത് തെറ്റിച്ച് വയ്ക്കരുത്. നമുക്ക് സ്ഥിരം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹാഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ ഇതൊക്കെ നെഗറ്റീവാണ്. ഇതെല്ലാം നെഗറ്റീവാണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, എന്നാൽ എ ലിറ്റിൽ എ ഫ്യൂ എന്നൊക്കെ വരുന്നതാണെങ്കിൽ അത് പോസിറ്റീവാണ്. നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ചില ചോദ്യങ്ങൾ PSC സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയാം. ഇംഗ്ലീഷ് ഗ്രാമറിലെ റിപ്പോർട്ടഡ് സ്പീച്ച് വീണ്ടും ഞാൻ പറയേണ്ട കാര്യമില്ല. നേരത്തെ LD തിരുവനന്തപുരത്തിലും ചോദിച്ചതാണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്, അതിനൊരു മാറ്റം ഉണ്ടാകാറില്ല. ഇവിടുത്തെ ചോദ്യം നോക്കാം. എന്താ ചോദ്യം? ഹാവ് യു മെറ്റ് ദ പ്രിൻസിപ്പൽ ദ ടീച്ചർ സെറ്റ് ടു മീ. ചോദ്യമാണ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അത് 2 ടൈപ്പ് ഉണ്ടാകും. ഒന്ന് എസ് ഓർ നോ ടൈപ്പും ഉണ്ടാകും, ഒന്ന് ക്വസ്റ്റ്യൻ അതായത് WH ടൈപ്പും ഉണ്ടാകും. എസ് ഓർ നോ ടൈപ്പ് ആണെങ്കിൽ കണക്റ്റിംഗ് വേർഡ് എപ്പോഴും വെദർ ആയിരിക്കും അല്ലെങ്കിൽ ഇഫ് ആയിരിക്കും എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ഇഫ് അല്ലെങ്കിൽ വെദർ വരും, അപ്പോൾ അവിടെ ആലോചിച്ച് വെക്കേണ്ട അങ്ങനെയാണ്. എസ് ഓർ നോ ആണെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഓക്സിലറിയിൽ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഓക്സിലറിയിലാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാവ് യു എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. WH ആണെങ്കിൽ WH വേർഡ് അവിടെ കാണും. വിച്ചെന്നും വേറെന്നും വാട്ടെന്നും വെന്നെന്നും ഒക്കെ അവിടെ കാണും. ഇവിടെ WH വേർഡിലല്ല തുടങ്ങിയിരിക്കുന്നത്. എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആരെല്ലാം തുടങ്ങിയിരിക്കുന്നത്? ഓക്സിലറിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇടയ്ക്ക് ആര് വരും? ഇഫ് വരും അല്ലെങ്കിൽ വെദർ വരും. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇഫ് വരുന്നത് വെദർ വരുന്നത് ആരെന്ന് നോക്കുക. ഒന്നുകിൽ C അല്ലെങ്കിൽ D. ബാക്കിയെല്ലാം തെറ്റാണ്, കാരണം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ വരാറില്ല. ഇനി നോക്കേണ്ടത് ദ ടീച്ചർ ആസ്ക്ഡ് മീ ഇഫ് ഐ ഹാവ് മെറ്റ് ദ പ്രിൻസിപ്പൽ ആണോ? സെൻറ്റൻസ് പാസ്റ്റ് ആണോ പ്രസൻ്റ് ആണോ ആക്കേണ്ടത്? സെറ്റാണ്, പാസ്റ്റിലാണ് ആക്കേണ്ടത്, പ്രസൻറ്റിലല്ല. അപ്പോൾ പിന്നെ എന്ത് വരില്ല? ഹാവ് വരില്ല. പിന്നെ ആരേ വരത്തുള്ളൂ? ഹാഡേ വരത്തുള്ളൂ. എളുപ്പമല്ലേ? ഓർത്ത് വെക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഐ ഹാവ് ആണ്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നിരിക്കും, വെദർ ഹാഡ് എന്ന് പറഞ്ഞ് തന്നിരിക്കും. ഈ ഹാഡ് ആദ്യം കൊടുത്തിട്ട് തന്നിരിക്കും. അങ്ങനെ എഴുതി വയ്ക്കരുത്. കാരണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം ആരെ എഴുതാൻ പറ്റത്തുള്ളൂ? സബ്ജക്റ്റ് വേണം എഴുതാൻ. ഐ ഹാഡാണ് ശരി. ഹാഡ് ഐ എഴുതി വെക്കരുത്. കാരണം നമുക്ക് അവിടെ നോക്കുമ്പോൾ അതിനെ എടുത്ത് നേരെ ഇങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഹാഡ് ഐ എന്ന് എഴുതി വെക്കാറുണ്ട്. ചിലപ്പോൾ ഓപ്ഷനിൽ അങ്ങനെയും തന്നിരിക്കും. തെറ്റിപ്പോകരുത്. ആദ്യം ആരെ വേണം എഴുതാൻ? സബ്ജക്റ്റിൽ വേണം. ഏത് ടൈപ്പ് സെൻറ്റൻസ് എന്നാലും നമ്മൾ അതിനെ തിരിച്ച് അസേർട്ടീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ആദ്യം ആര് വരണം? ഐ ആണ് വരേണ്ടത്. അല്ലെങ്കിൽ സബ്ജക്റ്റ് ആരാണോ അതാണ് വരേണ്ടത്. ഓക്കെ അല്ലേ? ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ LD തിരുവനന്തപുരത്തിന് അത് ചോദിച്ചില്ല, പക്ഷേ ഖാദി ബോർഡിന് ചോദിച്ചു. ആർട്ടിക്കിൾ എ എവിടെ വരും, ആൻ എവിടെ വരും, ദാ എവിടെ വരും എന്ന കൺഫ്യൂഷൻ ഇപ്പോഴും ഉള്ളവരുണ്ട്. പിക്ക് ഔട്ട് ദ കറക്റ്റ് ആർട്ടിക്കിൾ. ആഫ്റ്റർ ആൻ ഇയർ അല്ല, എ ഇയർ ആണ്. ഓക്കെ, ആഫ്റ്റർ ആൻ ഇയർ എന്ന് പറയില്ല, എ ഇയർ ആണ് ശരി. ഓക്കെ, ചില വേർഡ്സ് അങ്ങനെ നമുക്ക് തെറ്റിക്കാറുണ്ട്. ചില നമ്മൾ ആലോചിച്ച് വെക്കും, ഇതാണ് ശരി എന്ന് വിചാരിച്ചിട്ട് വരുന്നത്. അവിടെ എന്താണ്? എ ഇയർ ആണ്. ആഫ്റ്റർ എ ഇയർ ഓർ 2 ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി റീകൺസ്ട്രക്ട്. ഓക്കെ, അതൊന്നും ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന ഒന്നുകൂടെയാണ്. ആഫ്റ്റർ എ ഇയർ ഓർ 2 ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി റീകൺസിഡേർഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും
തരുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ദി സെൻറ്റൻസ് യൂസിങ് കറക്റ്റ് ടെൻസ്. വളരെ ടെൻസ് വരും എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞതാണ്. ടെൻസിൽ ഏതൊക്കെയാണോ വെർബ് കൃത്യമായിട്ട് അവിടെ എഴുതുക. ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ടത് ദ ബെൽ റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബിഫോർ ഐ റീച്ച് ദ സ്കൂൾ. ഹാഡ് റങ്ങാണ് ആൻസർ വന്നിരിക്കുന്നത്. എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇപ്പോൾ വഴി പറഞ്ഞു തന്നാൽ, നിങ്ങളിവിടെ നോക്കുക, 2 സെൻറ്റൻസ് ഇല്ലേ, ഇതിൽ ആദ്യം നമുക്ക് എവിടെയാണ് മാറ്റേണ്ടത്? ഇവിടെയാണ് മാറ്റേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കുക ഏത് ഫോമിലാണ് കിടക്കുന്നത്. ഐ റീച്ച് ദ സ്കൂൾ, ഞാൻ സ്കൂളിൽ എത്തുന്നതിന് മുമ്പ്. അവിടെ അത് പാസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്, സിമ്പിൾ പാസ്റ്റിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിലാണ് സിമ്പിൾ പാസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ആരാണ് വരേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടത്. മനസ്സിലായോ? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടത്. അതുകൊണ്ട് ആര് വരണം? ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3 വരണം. സെറ്റല്ലേ? മറക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇത് എന്തുകൊണ്ട് ഹാഡ് രംഗ് വന്നു എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ചോദിച്ചവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഹാഡ് റങ് വന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റൂൾ ഇതാണ്, ബിഫോർ ഐ റീച്ച് ദ സ്കൂൾ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റിലാണ് കിടക്കുന്നത്. ഇപ്പുറത്ത് പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നു, ഹാഡ് റങ്. ഓക്കെ, 86ാമത് ചോദ്യം. 86ാമത് ചോദ്യത്തിൻ്റെ പ്രത്യേകത, ഗീവ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. നമ്മളൊരു ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ 12th ലെവൽ എക്സാം മുതൽ ഒക്കെ നോക്കുമ്പോൾ കൂടുതലും കണ്ടുവരുന്ന ഒരു ചോദ്യമാണിത്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ദ സൺ, ദ മൂൺ, സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. എല്ലാവർക്കും അറിയാം ആസ്ട്രോണമറാണ്, ആസ്ട്രോളജർ അല്ല. ഓക്കെ, ആസ്ട്രോളജി ആസ്ട്രോണമി തമ്മിൽ ബന്ധമൊന്നുമില്ല. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ആസ്ട്രോണമറാണ്, അതായത് ഭൂമിയെക്കുറിച്ചിട്ടും യൂണിവേഴ്സിനെ കുറിച്ചിട്ടും നക്ഷത്രങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ പഠിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ് ആസ്ട്രോണമർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചോദിക്കുക. 87th ചോദ്യമാണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ ഓപ്പോസിറ്റ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ആന്റോണിം എന്നും ഓപ്പോസിറ്റ് എന്നും പറഞ്ഞ് ചോദിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. ലുക്ക്ഡ് ചിയർഫുൾ, വളരെ സന്തോഷത്തോടു കൂടി കാണുക. വളരെ സന്തോഷത്തോടു കൂടി കാണുക. എന്തായിരിക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്? ഹാപ്പി ഒരേ അർത്ഥമാണ് വരുന്നത്, കണ്ടന്റ് ഒരേ അർത്ഥമാണ് വരുന്നത്, ജോയ്സ് ഒരേ അർത്ഥമാണ് വരുന്നത്. പിന്നെ ഏതാണ്? ഗ്ലൂമി. വളരെ സന്തോഷത്തോടുകൂടി കാണുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തുവാ? ഗ്ലൂമി ആയിരിക്കുക. അവൾ നമ്മൾ ചോദിക്കാറുണ്ട്, നീ എന്തിനാ ഇത്ര ഗ്ലൂമി ആയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറില്ല. അപ്പോൾ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഗ്ലൂമി. വിച്ച് ഇസ് ദ ആപ്റ്റ് സിനോണിം, സമാന പദം. ദ വുമൺ ലുക്ക്ഡ് വെരി വീക്ക്. വളരെ വീക്കായിരിക്കുന്നവരെ പറയുന്ന പേരാണ് ഫീബിൾ. വളരെ വീക്കായിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫീബിൾ എന്ന് പറയുന്നത്. വിക്ഡ് എന്ന് പറയുന്നത് വീക്കിൻ്റെ ഓപ്പോസിറ്റാണ്. അമീബിൾ എന്ന് പറയുന്നത് വീക്കിൻ്റെ ഓപ്പോസിറ്റാണ്. നമുക്കിവിടെ അതേ അർത്ഥമാണ് വരേണ്ടത്. അതുകൊണ്ട് വീക്കിൻ്റെ സെയിം അർത്ഥം വരുന്നത് ഫീബിൾ. യൂസ് ദ കറക്റ്റ് സ്പെൽഡ് വേർഡ് ടു കംപ്ലീറ്റ് സെൻറ്റൻസ്. ഇഫ് യു ലോസ് മണിയാണോ, ലോസ്റ്റ് മണിയാണോ, ലൂസ് ആണോ, ലോസ് ആണോ? ഇവിടെ പ്രത്യേകത, ഇവിടെ കറക്റ്റ് സ്പെൽഡ് വേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിലും ഇതൊരു കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ വേറൊരു ഭാഗമാണ്. നോക്കിയാൽ അറിയാം. ഇവിടെ ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഇപ്പുറത്ത് വില്ല് തന്നിട്ടുണ്ട്. ഇപ്പുറത്ത് വില്ല് വരണമെങ്കിൽ അവിടെ പ്രസൻ്റ് ആണ് വരേണ്ടത്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇപ്പുറത്ത് വില്ല് വരണമെങ്കിൽ ഇഫിൻ്റെ കൂടെ പ്രസൻറ്റ് വരണം. ലോസ് വരില്ല, ലോസ്റ്റ് വരില്ല, പിന്നെ ആരേ വരുള്ളൂ? ലോസേ വരത്തുള്ളൂ. ലോസ് ആണ് കറക്റ്റ്. LOSE അതാണ് കറക്റ്റ് വേർഡ്. ഓക്കെ, എന്തുകൊണ്ട് അത് ലോസ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കുക, ലോസ്റ്റ് സ്പെല്ലിങ്ങിന് കുഴപ്പമില്ല അല്ലേ? ലോസ്റ്റ് സ്പെല്ലിങ്ങിന് കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ കണ്ടീഷണൽ സെൻറ്റൻസ് ആണിത്. അപ്പോൾ ഇവിടെ എന്തുവാ? വെല്ല് തന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ എന്തേ വരത്തുള്ളൂ? പ്രസൻറ്റേ വരത്തുള്ളൂ. നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ ആണ് ഫ്രൈസൽ വെർബ്. ഫ്രൈസൽ വെർബുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത്. നോക്കുക. അബണ്ടൻറ്റിൻ്റെ അർത്ഥം. അബണ്ടൻറ്റ് എന്ന് പറയുന്ന ഫ്രൈസൽ വെർബ് എന്തുവാ? 2 അല്ലെങ്കിൽ 3 വെർബുകൾ. ഈ പറയുന്ന വെർബുകൾ വേറെ അർത്ഥമായിരിക്കും. പക്ഷേ ഇതിനെ നമ്മൾ കണക്ട് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അതിന് പുതിയൊരു അർത്ഥമായിട്ട് മാറുന്നു. ഓക്കെ, ഇതാണ് ഫ്രൈസൽ വെർബ് എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, അബണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് ഡോക്ടർ അയാളോട് പറഞ്ഞു. സ്മോക്കിംഗ് ഉപേക്ഷിക്കുക. കറക്റ്റ് എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? ഗീവ് അപ്പ് മാത്രമാണ്. നിങ്ങൾ ചിന്തിക്കുക, ഗീവ് അപ്പ് മാത്രമാണ്. കോൾ ഓഫ് ഏകദേശം അതുമായിട്ട് ബന്ധം, പക്ഷെ അത് പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരു ഹാബിറ്റ് ഉപേക്ഷിക്കുക എന്നല്ല കോൾ ഓഫിൻ്റെ അർത്ഥം. ഒരു പരിപാടി ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നിടത്താണ് കോൾ ഓഫ് ചേർക്കുന്നത്. ഓക്കെ, 2 ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. പക്ഷേ കോൾ ഓഫ് എന്ന് പറയുമ്പോൾ ഒരു മീറ്റിംഗ് കോൾ ഓഫ് ചെയ്യുക, ജേണി കോൾ ഓഫ് ചെയ്യുക, ഇതൊക്കെ പറയാം. പക്ഷേ ഗീവ് അപ്പാണ് ഒരു ഹാബിറ്റ് എന്ത് ചെയ്യുന്നത്? ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയൊന്നും അതല്ല. പുട്ട് ഔട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? എക്സ്റ്റിങ്വിഷ് ചെയ്യുക, അണയ്ക്കുക എന്നൊക്കെ പറയുന്നതാണ് പുട്ട് ഔട്ട്. ഗീവ് അവേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുന്നതിന് ഗീവ് അവേ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ യൂട്യൂബിലൊക്കെ നിങ്ങൾ കാണാറില്ലേ, ഈ ഗീവ് അവേ തരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നതിനാണ് ഗീവ് അവേ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഫ്രൈസൽ വെർബുമായിട്ട് ചോദിച്ച ചോദ്യം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ മനസ്സിലായി കാണും. LD തിരുവനന്തപുരം ഖാദി ബോർഡ് LDC എക്സാമുകളുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിരുന്നു.
ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ മനസ്സിലായി കാണും. എന്താണ് PSC ഉദ്ദേശിക്കുന്നത് നമ്മളിൽ നിന്ന് എന്നുള്ളത് മനസ്സിലായി കാണും. അതനുസരിച്ചിട്ട് ഫോളോ ചെയ്ത് പോവാം. മാത്രമല്ല എൻ്റെ തൊട്ട് പിറകിൽ കാണുന്ന സ്ക്രീനിൽ നമ്മുടെ കഴിഞ്ഞ ഡിഗ്രി തല എക്സാമുകൾക്ക് ഉള്ള റാങ്ക് ലിസ്റ്റുകളുടെ എണ്ണമാണ്, റാങ്ക് ലിസ്റ്റിൽ കയറിയവരുടെ എണ്ണമാണ്. ഇതുപോലെ നിങ്ങളുടെ പേരുകളും അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പരും ഇതുപോലെ വരണമെന്ന് ആഗ്രഹമുള്ളവർ ഇന്ന് തന്നെ KS മെൻറ്ററുമായി കോൺടാക്ട് ചെയ്യുക. ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് പ്രാവശ്യം മെൻറ്റർഷിപ്പിൻ്റെ കാര്യവും ഗോതയുടെ കാര്യവും ടെസ്റ്റ് സീരീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് അത് അറ്റൻഡ് ചെയ്ത് ഒരുപാട് കുട്ടികൾ പറഞ്ഞ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ എഴുതാൻ അല്ലെങ്കിൽ വളരെ എളുപ്പമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു, വളരെ നന്നായിട്ട് എഴുതാൻ കഴിയുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ഗുണം ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാൻ തന്നെ കാരണം. അപ്പോൾ ഇന്ന് തന്നെ KS മെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യുക. 5-ൽ ഒരാൾ റാങ്ക് ലിസ്റ്റിൽ കയറുക എന്ന് പറയുന്ന സക്സസ്സിലേക്കാണ് KS മെൻറ്ററിൻ്റെ ജേണി. അതിനോടൊപ്പം നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു, ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. മാത്രമല്ല നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട് PSC മെൻറ്റർ. ഇതിൻ്റെ നോട്ട്സ് മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. ഇന്ന് തന്നെ PSC മെൻറ്റർ എന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഗുണമായി എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾക്ക് മനസ്സിലായി, ഒരുപാട് കാര്യങ്ങൾക്ക് വ്യക്തത വന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ആസ്പിറൻസിനും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.